പല മനുഷ്യരും ചോദിക്കാറുണ്ട്. ഞാൻ എത്രയൊക്കെയോ പല ഗ്രന്ഥങ്ങളും വായിച്ചു, എല്ലാ മതങ്ങളുടെയും ഇത് വായിച്ചു, പ്രാർത്ഥിച്ചു, പല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു, പല ആചാരങ്ങൾ പാലിച്ചു. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് യഥാർത്ഥ ഒരു ആത്മസുഖം, ആത്മീയത, പൂർണ്ണമായിട്ട് ഒരു സമാധാനം നിറഞ്ഞ, അതാണല്ലോ ആത്മീയത. അതിലെ മനുഷ്യൻ ആത്മീയത തരണം. ഇന്നർ പീസിന് വേണ്ടി, ഇന്നർ പീസാണ് മനുഷ്യന്റെ ആത്മീയതയുടെ ലക്ഷ്യം. പൂർണ്ണമായ സമാധാനം, എപ്പോഴും താങ്ങാൻ ഒരാളുണ്ട് എന്ന വിശ്വാസം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും ഞാൻ 5 നേരം നമസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോയി കുർബാന ചെയ്യുന്നുണ്ട്, അമ്പലങ്ങളിൽ രാവിലെയും വൈകുന്നേരം പോകുന്നുണ്ട്, പ്രഭാത പൂജയ്ക്കും സന്ധ്യാപൂജയ്ക്കും പോകുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നു. കാരണമുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ ഫേക്ക് ആയിട്ടുള്ള ഒരു നിയന്ത്രണമാണ്. അതെടുത്ത് കളയാത്തടത്തോളം കാലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാൻ പറ്റില്ല. ആരുടെ മുന്നിൽ? നിങ്ങളുടെ ക്രിയേറ്ററുടെ മുന്നിൽ. നിങ്ങൾ ഈശ്വരനും ദൈവമെന്നും അള്ളാഹുന്നും കർത്താവെ എന്നൊക്കെ വിളിക്കുന്ന ആളുടെ മുമ്പിൽ നിങ്ങൾ കീഴടങ്ങിയിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് കീഴടങ്ങൽ എന്നാണ്. അമ്പലത്തിൽ പോകുന്നത്, കുർബാനയ്ക്ക് പോകുന്നത്, നമസ്കരിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ അച്ചടക്കത്തിന്റെയും മര്യാദയുടെയും ക്ഷമയുടെയും പാതയാണ്. എവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ കീഴടങ്ങൽ? യുഗങ്ങളായിട്ട് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടാണ്, യുഗങ്ങളായിട്ട്